ശ്രീകുമാരേട്ടാ, നമസ്കാരം. നമസ്കാരം. ചേട്ടാ, പഴക്കം കൊണ്ടും പ്രൗഢി കൊണ്ടും കേരളത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട സമുദായ സംഘടനയാണ് NSS. ആദ്യം തുടങ്ങിയത് SNDP ആണ്, അതിന് ശേഷമാണ് NSS ആരംഭിക്കുന്നത്. പക്ഷേ NSS എന്നും കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ SNDPയെ പോലെ തന്നെ തുല്യ പ്രാധാന്യത്തോടെ ഒരു വലിയ നാഴികക്കല്ലായി നിലകൊള്ളുകയാണ്. ഇന്ന് ആ NSS അതിൻ്റെ അറിയാമല്ലോ, എല്ലാ വർഷവും ജനുവരി 2-ാം തീയതി 1-ാം തീയതിയും 2-ാം തീയതിയും NSSൻ്റെ പ്രതിനിധി സമ്മേളനവും മന്നം ജയന്തിയൊക്കെ നടക്കാറുണ്ട് എല്ലാ വർഷവും. അപ്പം ഇത്തവണയും 1-ാം തീയതിയും 2-ാം തീയതിയുമായിട്ട് ഈ പ്രതിനിധി സഭയും മന്നം ജയന്തിയും ആഘോഷിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് NSSൻ്റെ ഈ സമ്മേളനങ്ങൾക്കെതിരെ BJP രംഗത്ത് വന്നിരിക്കുന്നു, BJP അത് തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണം നടക്കുകയാണ്. ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ BJPക്ക് NSSനോട് എന്തെങ്കിലും എതിർപ്പുണ്ടോ? എന്താണ് ഇതിലെ സത്യം? BJPക്ക് NSSനോട് പ്രത്യേകിച്ച് എതിർപ്പുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോഴത്തെ NSS നേതൃത്വത്തിന്, NSS നേതൃത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായർ, അദ്ദേഹത്തെയാണ്. അങ്ങനെയാണ് NSSൻ്റെ ഒരു ഘടന, അങ്ങനെയാണ്. ജനറൽ സെക്രട്ടറിയാണ് സംഘടനയിൽ എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. പത്മനാഭൻ 33 വർഷം ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് വരുന്ന കാലഘട്ടങ്ങളിൽ പലരും വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം വരുന്നത് PK നാരായണ പണിക്കർ സാർ, അത് കഴിഞ്ഞ ശേഷം സുകുമാരൻ നായർ. അപ്പോൾ അതൊക്കെ ജനറൽ സെക്രട്ടറിയാണ് അതിൻ്റെ പരമാധികാരി. എന്തായാലും പൊതുവെ അദ്ദേഹം BJPയോട് എന്തോ ഒരു അകൽച്ച മനഃപൂർവ്വം ഉണ്ടെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നതായി ഒരു തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സമ്മേളനങ്ങൾ ഇങ്ങനെ NSSൻ്റെ ആഭിമുഖ്യത്തിൽ ഉണ്ടായ കാലം എന്നുള്ളത് നടക്കുന്നുണ്ട്. ഒരു സമ്മേളനത്തോടു കൂടിയാണ് ഇത് തുടങ്ങുന്നത് തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീമൂലം രാജാവിൻ്റെ തിരുനാളാഘോഷം അത് നടന്നുകൊണ്ടിരിക്കുക. അത് നടക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അത് ആഘോഷിക്കുമായിരുന്നല്ലോ പണ്ട്. അപ്പോൾ അന്ന് പത്മനാഭനൊക്കെ തൻ്റെ ചെറിയ ചെറിയ സാമുദായിക പ്രവർത്തനങ്ങളും ഒക്കെ അവിടെ ആരംഭിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഈ ചങ്ങനാശ്ശേരിയിൽ ശ്രീമൂലം തിരുനാൾ ആഘോഷം എല്ലാ വർഷവും സംഘടിപ്പിക്കും. പൊതുവേ ചങ്ങനാശ്ശേരി സെൻട്രൽ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ഒരു സ്ഥലവും പെരുന്ന ഭാഗങ്ങളിൽ നായന്മാർ കൂടുതലുള്ള സ്ഥലവും അങ്ങനെയൊക്കെയാണ്. അതിൽ പങ്കെടുക്കുന്നത് കൂടുതൽ ക്രിസ്ത്യാനികളാണെങ്കിലും പിന്നെ ഇവിടെ നിന്ന് ഒത്തിരി നായന്മാരും പങ്കെടുക്കും. അങ്ങനെയാണ് ഈ തിരുനാൾ ആഘോഷം നടത്തുന്നത്. രാവിലെയും വൈകിട്ടും 2 സമ്മേളനങ്ങൾ കാണും. രാവിലത്തേതിൽ ക്രിസ്ത്യാനിയാണ് അധ്യക്ഷനെങ്കിൽ ഉച്ചക്കലത്തേതിൽ നായരായിരിക്കും അധ്യക്ഷൻ. അങ്ങനെയാണ് ഇത് നടന്നു വന്നിരുന്നത്. പിന്നെ ഈ നമ്മളീ പരാമർശിക്കുന്ന വർഷം, അതായത് പിന്നെ 1914 1990 മലയാളം. അപ്പോൾ അന്ന് ഈ നടന്ന പരിപാടിയിൽ കണ്ടങ്കരി കത്തനാർ എന്ന് പറഞ്ഞൊരു ആൾ വികാരി ജനറൽ ചങ്ങനാശ്ശേരിയിലെത്തി. അദ്ദേഹം ഈ സമ്മേളനം കൂടുന്ന ദിവസം വന്നപ്പോൾ പത്മനാഭനും തേനിക്കര കുമാരപള്ളി അടങ്ങുന്ന വൽപ്പറമ്പിൽ വിലാസംപിള്ള ഇങ്ങനെ നായന്മാരുടെ നേതാക്കന്മാരും ഒക്കെ ഉണ്ട് സദസ്സിലുണ്ട്. രാവിലത്തെ സമ്മേളനത്തിൽ ഒരു ക്രിസ്ത്യാനി ആയിരുന്നു അധ്യക്ഷൻ. ഉച്ചക്കലത്തെ സമ്മേളനത്തിൽ, അത് ആ വർഷം 3 സമ്മേളനം നടന്നു ആ ഒരു ദിവസം തന്നെ. 2 സമ്മേളനങ്ങളിലും ക്രിസ്ത്യാൻ സമുദായങ്ങളെ അധ്യക്ഷന്മാരാക്കി. 3-ാമത്തെ സമ്മേളനത്തിൽ അവിടെ കൂടിയിരുന്ന ആളുകൾ കൈനിക്കര കുമാരപിള്ളയുടെ പേര് വരും. കൈനിക്കര കുമാരപിള്ള എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ കൈനിക്കര സഹോദരന്മാരുടെയൊക്കെ അമ്മാവനോ അച്ഛനോ ആണ്. കൈനിക്കര കുമാരപിള്ള പത്മനാഭപിള്ള എന്ന് പറയുന്ന അവരുടെ അച്ഛനോ അമ്മാവനോ, അദ്ദേഹത്തിൻ്റെ അതൊരു അമ്മാവനാണെന്നാണ് എൻ്റെ ഓർമ്മ. കൈനിക്കര കുമാരപിള്ള അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചു. പക്ഷേ അപ്പോഴവിടെ കുറേ ഒരു അഭിപ്രായ വ്യത്യാസം, അതും ഒരു ക്രിസ്ത്യാനി തന്നെ ആവണമെന്നൊരു അഭിപ്രായം അവിടെ ഉണ്ടാവുകയും ഇദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു. അത് കൈനിക്കര കുമാരപിള്ള എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ മനത്ത് പത്മനാഭന് അതൊരു വലിയ ഹർട്ടിങ് ആയിട്ട് തോന്നി. അദ്ദേഹം അവിടെ എഴുതേണ്ടതെന്ന്, ഞങ്ങൾ ഇനി മുതൽ ഇവിടെ ഈ തിരുനാൾ ആഘോഷത്തിൽ സംബന്ധിക്കുന്നത് ഞങ്ങളുടേതായ രീതിയിൽ തിരുനാൾ ആഘോഷിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് അദ്ദേഹം ആരോടും ആലോചിക്കാതെ അവിടെ എഴുന്നേറ്റ് പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് ഈ യോഗത്തിൽ നിന്ന് പുറത്തു പോകാമെന്ന് പറഞ്ഞ് പോയി ബഹിഷ്കരിച്ചു. അവിടെ ഇരുന്ന് മുഴുവൻ ആളുകളും, അത് ആലോചനയോടുകൂടി ഒന്നും നടന്ന കാര്യമല്ല, പക്ഷേ അങ്ങനെ നടന്ന മുഴുവൻ ആളുകളും ഈ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇറങ്ങി പെരുന്നയിലെത്തി അവർ ഒരു യോഗം വിളിച്ചു കൂട്ടി. അത് ഈ പിന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ആഘോഷം, അടുത്ത ദിവസങ്ങളിലായിരുന്നു വിജയദശമി എന്ന് പറയുന്ന ദിവസം, അതിനടുത്ത ദിവസങ്ങളിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുകയും അതാണ് ഇന്നും വിജയദശമി സമ്മേളനം എന്ന പേരിൽ നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ 2 തങ്ങൾ അപമാനിതരായി എന്ന് ഒരു സമൂഹത്തിൽ, ഹിന്ദു സമൂഹത്തിൽ തോന്നിയ ഒരു തോന്നലിൽ നിന്നാണ് ഇതിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. അങ്ങനെയാണ്
അതുമാത്രമല്ല പിന്നെ ഇതിനുശേഷം കാലാകാലങ്ങളിൽ NSS സമ്മേളനങ്ങളിൽ വിപുലമായി പല ഹിന്ദു നേതാക്കളും പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം പറയുകയാണെങ്കിൽ വിനായക് ദാമോദർ സവർക്കർ NSSൻ്റെ രജത ജൂബിലി സമ്മേളനത്തിലെ ഹിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് വലിയ സ്വീകരണത്തോടു കൂടിയാണ് അദ്ദേഹത്തെ അന്ന് സ്വീകരിച്ചത്. അദ്ദേഹം ഹിന്ദു മഹാസഭാ നേതാവായിരിക്കണം അന്ന്. NSSൻ്റെ രജത ജൂബിലി സമ്മേളനം മനസ്സിലായി അല്ല ഞാൻ പറഞ്ഞ അപ്പോൾ 1939 40 ആണ് ആ സമ്മേളനം നടന്നത് അന്ന്. അപ്പം അങ്ങനെ ഈ ഒരു പിന്നെ ഹൈന്ദവധാരയുമായി ഒരു നല്ല ബന്ധം അവരുടെ കാലത്തുണ്ടായിരുന്നു. ഗുരുജി ഗോൾവാൾക്കർ എന്ന് പറയുന്ന RSSന്റെ സർസംഘചാലക് ഒന്നാം നേരത്തെ മന്നത്തെ സന്ദർശിച്ചിട്ടുണ്ട്. മന്നം രോഗാതുരനായി കിടന്ന അവസരത്തിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രം കേരളത്തിലെത്തി സന്ദർശിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു ബന്ധമാണ് ഈ RSS പോലെയുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് NSSന് കാലാകാലങ്ങൾ ഉണ്ടായിരുന്നു. RSSന്റെ പ്രമുഖ നേതാക്കളെല്ലാം പെരുന്നയിൽ NSS ആസ്ഥാനം സന്ദർശിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല RSSന്റെ സംസ്ഥാന ചാലക് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് N ഗോവിന്ദമേനോൻ, അദ്ദേഹം ദീർഘകാലം കോട്ടയം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് NSS പ്രസിഡന്റുമായിരുന്നു. NSSന്റെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ച പ്രമുഖന്മാരിലൊരാളാണ് അഡ്വക്കേറ്റ് N ഗോവിന്ദമേനോൻ കോട്ടയത്തെ. അദ്ദേഹം NSS പ്രസിഡന്റായിരുന്നു. അദ്ദേഹം RSSന്റെ സംസ്ഥാന ചാലകായിരുന്നു. സംഘചാലക് അതല്ലേ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പൊസിഷനായി കരുതുന്നത് സംഘചാലക് എന്ന് പറയും. ഈ സംസ്ഥാന എന്നിട്ടാണ് RSS പിന്നെ പുറത്ത് നിർത്തിയെന്നൊക്കെ ചരിത്രം അറിയാതെ പറയുന്നത്. അതെന്തുമാകട്ടെ, നമ്മളിപ്പോൾ പറഞ്ഞു വന്നതാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പം അങ്ങനെ വിപുലമായ സമ്മേളനങ്ങൾ പലയിടത്ത് വെച്ച് നടത്തി. രജത ജൂബിലി സമ്മേളനം, സുവർണ്ണ ജൂബിലി സമ്മേളനം, അത് കഴിഞ്ഞ ശേഷം മന്നം ശതാഭിഷേകം, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ നടന്ന മന്നം ശതാഭിഷേകം, ഈ സുവർണ്ണ ജൂബിലി, ഈ രണ്ട് സമ്മേളനങ്ങളാണ് ഏറ്റവും ഒടുവിൽ നടന്നത്. 60-ൽ ശതാഭിഷേകവും 64-ൽ സുവർണ്ണ ജൂബിലി സമ്മേളനമാണ് നടന്നത്. അത് ശതാഭിഷേക സമ്മേളനം പന്തളത്ത് വെച്ചാണ് നടന്നത്. മറ്റ് സമ്മേളനങ്ങളൊക്കെ ചങ്ങനാശ്ശേരി വെച്ച്. പിന്നെ അത് കൂടാതെ അഖില കേരള നായർ സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ വളരെ വിപുലമായ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു. പിന്നെ അത് മന്നത്ത് പത്മനാഭന് ശേഷം മന്നം ശതാബ്ദി ആഘോഷങ്ങളാണ് ചങ്ങനാശ്ശേരിയിൽ വെച്ച് ഒടുവിൽ നടത്തിയ ഏറ്റവും വിപുലമായ ദിവസങ്ങളോളം നീണ്ടുനിന്ന ഒരു സമ്മേളനം അദ്ദേഹത്തിന് നോക്കാം. അതിനുശേഷം പിന്നെ നടന്ന സമ്മേളനങ്ങൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും നായർ സമ്മേളനങ്ങളും, പിന്നെ തിരുവനന്തപുരത്ത് ചുരുക്കിൽ നടന്ന NSSൻ്റെ ഒരു സമ്മേളനവുമാണ് പെരുന്നയ്ക്ക് പുറത്ത് നടന്നിട്ടുള്ളത്. പിന്നീട് എല്ലാ വർഷങ്ങളിലും ഈ ജനുവരി 1-2 തീയതികളിൽ ചങ്ങനാശ്ശേരിയിൽ വെച്ചാണ് നടത്തുന്നത്. ഇത് പ്രതിനിധി സമ്മേളനം എന്ന് പറഞ്ഞാൽ അതൊരു ആഘോഷമായിട്ട് അങ്ങ് നടന്നു പോകുന്നു. പണ്ട് സമ്മേളനങ്ങൾ നടന്നതുപോലെ വിവിധ വിഷയങ്ങളെ പറ്റിയുള്ള ചർച്ചയോ ഒന്നും നടക്കാറ്. ഇതൊരു ആഘോഷമായി നടക്കുന്നു. 1-ാം ദിവസം പ്രതിനിധി സമ്മേളനം, നായന്മാർ പ്രതിനിധി സമ്മേളനം എന്ന് പറയും. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നു പറയും. അങ്ങോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ആയിട്ട് കരയോഗത്തിൽ നിന്ന് ആരെങ്കിലും വരാറുണ്ടെങ്കിലും അതൊരു മാമാങ്കമാണ്. അതിങ്ങനെ ആളുകൾ വന്ന് കയറി അങ്ങ് പോകുന്നു. അവിടെ വിപുലമായ സദ്യയുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പരിപാടിയിൽ കഴിഞ്ഞ് 47 വർഷമാണ് ഞാൻ ചങ്ങനാശ്ശേരി പഠിച്ചത്. മന്നം ശതാബ്ദി ആഘോഷം തൊട്ടുള്ള എല്ലാ വർഷവും അവിടെ പോകാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവിടെ പൂർവ്വ വിദ്യാർത്ഥികളായ ഞങ്ങൾ ചിലരൊന്ന് കൂടിച്ചേരാനും ഒക്കെ ഉള്ള ഒരു അവസരം വന്ന കൂടിയാണ് അവിടെ പോകുന്നത്. അവിടെ എല്ലാ സമ്മേളനങ്ങളും കഴിഞ്ഞ 77 മുതൽ എല്ലാ സമ്മേളനങ്ങളും പങ്കെടുത്തിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നതാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം 1-ാം തീയതി പ്രതിനിധി സമ്മേളനം, 2-ാം തീയതി ജയന്തി സമ്മേളനം, ഇങ്ങനെയാണ് നടക്കുന്നത്. ജയന്തി സമ്മേളനത്തിൽ പ്രമുഖന്മാരായ ആരെങ്കിലും ഒരാളുണ്ടാവും. പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരാരെങ്കിലും ഉണ്ടാകും. അങ്ങനെ MLA MP ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. എന്തായാലും പ്രമുഖന്മാരായ ആരെങ്കിലും ഉണ്ടാവും. ഇതിന് പുറത്തുള്ളവരൊക്കെ ആയ തിരുമേനിമാരുണ്ടാവും. പൊതുവേ ഹിന്ദു സന്യാസിമാരെ അങ്ങനെ അധികം കണ്ടിട്ടില്ല അവിടെ. ആലഞ്ചേരി ബിഷപ്പ് ഇങ്ങനെയുള്ള ക്രിസ്ത്യൻ തിരുമേനിമാരെയും പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ജയന്തി സമ്മേളന ഉദ്ഘാടനത്തിന് വിളിക്കുക എന്ന് പറയുന്നത് മറ്റ് ആളുകൾ ഒരു യോഗ്യതയായിട്ട് കരുതുന്നുണ്ട്. രാഷ്ട്രീയക്കാരും ഒക്കെ കരുതുന്നുണ്ട് ഇപ്പോഴും എന്ന് വേണം കരുതാൻ. ഏതായാലും ഇത്തവണ നമ്മുടെ സമ്മേളനം, ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചിരുന്നത് നമ്മുടെ ഭാരത ഗവൺമെൻറ്റിൻ്റെ അറ്റോർണി ജനറൽ ആയിരിക്കുന്നു ശ്രീ വെങ്കിട്ടരമണ എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തെയാണ് ഇത്തവണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഞാൻ അതിലേക്കാണ് വന്നത്. അപ്പം ശ്രീ രമേശ് ചെന്നിത്തല, അത് അതിനെപ്പറ്റി ഒത്തിരി ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞല്ലോ. രമേശ് ചെന്നിത്തല ശേഷം മുഖ്യപ്രഭാഷകനായിട്ടും പിന്നെ ആശംസാ പ്രസംഗകനായി ഫ്രാൻസിസ് കെ ജോർജ്, അദ്ദേഹം കോട്ടയം MP ആണ്. അദ്ദേഹം കോട്ടയം MP ആണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം നടക്കുന്നത്. പക്ഷേ ഈ വെങ്കിട്ടരമണൻ എന്ന് പറയുന്ന അറ്റോർണി ജനറലാണ്. ഇന്ത്യ ഗവൺമെൻറ്റിലെ ഏറ്റവും പ്രമുഖനായ ഒരു പിന്നെ ഭരണഘടനാ പ്രകാരമുള്ള പോസ്റ്റാണ്. അങ്ങനെയുള്ള ഒരു ആളാണല്ലോ ഈ. എന്തായാലും അദ്ദേഹം ഇപ്പോൾ വരുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഉദ്ഘാടകനും ഫ്രാൻസിസ് ജോർജ് ആശംസാ പ്രഭാഷകനുമായിട്ട് പരിപാടി ക്രമീകരിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ആളുകൾ വിട്ടു നിൽക്കാറില്ല സാധാരണഗതിയിൽ. കാരണം ഇവരുടെയൊക്കെ സൗകര്യങ്ങളൊക്കെ വളരെ നേരത്തെ ചോദിച്ച് കൃത്യമാക്കിയിട്ടൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാരണം ഔദ്യോഗികമായ തിരക്കുകളാണ്. ഔദ്യോഗികമായ തിരക്കുകളൊക്കെ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കരുതിക്കാൻ തന്നെയാണല്ലോ അദ്ദേഹം സമ്മതിച്ചത്. അങ്ങനെ സംഭവിച്ചിട്ട് ആരും അങ്ങനെ അവിടെ സാധാരണഗതിയിൽ വരാതിരിക്കാറില്ല. പക്ഷേ ഇത്തവണ അങ്ങനെ വന്നപ്പോൾ അവിടെ BJP കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാരുണ്ടായിട്ടും
BJPക്ക് അവരെ ക്ഷണിച്ചു. സുരേഷ് ഗോപിയും പിന്നെ ജോർജ് കുര്യൻ ഇവർ രണ്ടുപേരും ഉണ്ടായിട്ടും അവരെ ക്ഷണിക്കാനുള്ള ഒരു മനോഭാവം NSS നേതൃത്വം കാണിച്ചില്ല. പൊതുവേ ഈ ആ സമ്മേളന വേദിയിൽ ശ്രീ P. ശ്രീധരൻപിള്ള അല്ലാതെ അത് NSSുമായി മറ്റ് ചില ബന്ധങ്ങളുണ്ട് അദ്ദേഹത്തിന് ഈ കേസ് ഒക്കെയായി ബന്ധപ്പെട്ടുള്ളത് കൊണ്ടാകാം അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് ജന്മശതാബ്ദി സമ്മേളനത്തിലൊക്കെ. അല്ലാതെ പൊതുവെ BJP നേതാക്കന്മാരെ ഇപ്പോഴത്തെ നേതൃത്വം അങ്ങോട്ട് അടുപ്പിക്കാറില്ല എന്നുള്ളതാണ് കണ്ടുവരുന്നത്. എന്ന് മാത്രമല്ല സുരേഷ് ഗോപിയെ ഒരിക്കൽ ഏതാണ്ട് അപമാനിക്കുകയും ചെയ്തു. അന്ന് ബജറ്റ് സമ്മേളനം പ്രതിനിധി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആളിലേക്ക് ചെന്നതുകൊണ്ട് ഇറങ്ങി പോകാൻ പറഞ്ഞതാണെന്നാണ് പറയുന്നത്. എങ്കിൽ പോലും അതിനകത്തൊരു അനൗചിത്യമുണ്ട്. അദ്ദേഹത്തോട് മാന്യമായ ഭാഷയിൽ പറഞ്ഞു വിടുകയല്ല ചെയ്തത്. അതിന് ജനറൽ സെക്രട്ടറി പറഞ്ഞ ന്യായം പിന്നെ അത് പ്രതിനിധി സമ്മേളനത്തിൽ പ്രതിനിധികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, അവിടെ അദ്ദേഹം കയറാൻ വന്നതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലും അതിനകത്തൊരു അനൗചിത്യം വന്ന് പലരും കണ്ടിരുന്നു. BJP നേതൃത്വം പലരും കണ്ടിരുന്നു. അങ്ങനെയല്ലായിരുന്നു പ്രതികരിക്കേണ്ടത്. കുറച്ചുകൂടെ അന്ന് അദ്ദേഹം MP-യും മന്ത്രിയും ഒന്നും അല്ല എന്ന് നോക്കണം. എങ്കിലും സിനിമാ താരം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അന്ന് തൊട്ട് ഇങ്ങനെ അതുകൊണ്ട് NSS നേതൃത്വം കേരളത്തിലെ BJP നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ ഒക്കെ സ്വാധീനിച്ച് ഒരു പണി കൊടുത്തതാണ് എന്ന ഒരു അഭിപ്രായം വ്യാപകമായിട്ടുണ്ട്. നമുക്കതിൻ്റെ വസ്തുത കൃത്യമായിട്ട് അറിഞ്ഞുകൂടെങ്കിലും അതിനൊരു സാധ്യതയുണ്ട്. എന്നാലും BJP നേതൃത്വം അത്ര തൃപ്തരല്ല എന്ന് മാത്രമല്ല NSS നേതൃത്വവുമായിട്ട് ഈ ഇപ്പോഴത്തെ ഈ ഭരണസമിതിയുമൊക്കെ ആയിട്ട് വളരെ പ്രബലമായ 1-2 കേസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ സുപ്രീം കോടതിയിലൊക്കെ എത്തി നിൽക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായ ചില വിധിയുടെ സ്റ്റേ ഒക്കെ നിലനിൽക്കുന്ന അവസരം അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. പൊതുവേ ഇത്തരം കേസുകൾ കോടതി തന്നെ ഒരയഞ്ഞ സമീപനമായി എടുക്കുന്നത്. ഇത്തരം ഈ സമുദായ സംഘടനകളിലൊക്കെ കേസുകളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ ഇങ്ങനെ പോകും. പക്ഷേ ഇത് ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. കാരണം ഈ കേസുകളൊക്കെ കൊണ്ടുകൂടിയാണ് ഈ അറ്റോർണി ജനറൽ എന്ന് അദ്ദേഹത്തെ അതിനോടാണ് ക്ഷണിച്ചതെന്നും അത് കൃത്യമായി ആരോ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് അദ്ദേഹം നിരസിച്ചതെന്നും എന്നുമൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് BJP നേതൃത്വത്തിന് പങ്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇപ്പോൾ തന്നെ അതൊരു പിന്നെ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുകയും ഫ്രാൻസിസ് ജോർജ് മുഖ്യ പ്രഭാഷണം ചെയ്യുമ്പോൾ അതൊരു UDF സമ്മേളനം പോലെ തോന്നിക്കുന്നു. NSSനെ സംബന്ധിച്ചിടത്തോളം NSSൻ്റെ വിവിധ പിന്നെ ഭാരവാഹികളിൽ നിരവധി BJPക്കാരുണ്ട്, കരയോഗങ്ങളിലുണ്ട്, യൂണിയൻ കമ്മിറ്റികളിലുണ്ട് എന്ന് മാത്രമല്ല നായന്മാരുടെ നല്ല പങ്കാൾക്കാരും BJPക്കാരുമാണ്. കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട്, കോൺഗ്രസ്സുകാരുമുണ്ട്, എല്ലാവരും ഉണ്ട്. തീർച്ചയായിട്ടും വന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ NDP ഒക്കെ UDFൽ ഘടകകക്ഷിയായിരുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല. നായന്മാരിലൊരു വലിയ വിഭാഗം BJP അനുഭാവികളും BJPയുടെ ഭാരവാഹികളും അതുപോലെ തന്നെ BJP ഭാരവാഹികളായിരിക്കുന്നവർ NSSൻ്റെ യൂണിയൻ കമ്മിറ്റികളിലൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്ന പലരുമുണ്ട്. പിന്നെ കരയോഗങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കരയോഗത്തിൽ കരയോഗം പ്രസിഡന്റ് CPM-കാരനാണ്. ഉദാഹരണം പറഞ്ഞു. അവിടുത്തെ കൗൺസിലർ അദ്ദേഹവും ഒരു NSSൻ്റെ സജീവ പ്രവർത്തകനാണ്, അദ്ദേഹം ഒരു കൗൺസിലറാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇരിക്കെ ഇങ്ങനെയൊരു തോന്നൽ ഇതൊരു UDF സമ്മേളനമാണെന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ള ഒരു രീതി NSS നേതൃത്വം എടുക്കേണ്ടത് ഇരുന്നില്ല. പിന്നെ ഇന്ത്യ ഭരിക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ പല കാര്യങ്ങളും NSS സമുദായ നേതൃത്വത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ടൊക്കെ സാധിക്കേണ്ടതുമായിരിക്കെ BJP നേതൃത്വത്തെ അകറ്റി നിർത്തുന്ന ഒരു സമീപനം ശരിയല്ല എന്ന തോന്നൽ ഇവിടുത്തെ BJPക്കാർക്ക് ഉണ്ടായാൽ അതിൽ അതിശയിക്കാനില്ല. ചിലപ്പോൾ അതും കൂടി ആവാം ഈ അറ്റോർണി ജനറൽ വരാതിരുന്നതിന് കാരണം. അങ്ങനെ ചിന്തിക്കുന്നത്. എന്തായാലും നമുക്ക് അത് NSSൻ്റെ സമ്മേളനങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കട്ടെ. ഒരു ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJPയോട് ഒരു അകൽച്ച കാണിക്കേണ്ട കാര്യമില്ല. അതൊക്കെ നേതൃത്വം പാർട്ടിയുടെയും സംഘടനയുടെയും സമുദായ സംഘടനയുടെയും നേതൃത്വങ്ങൾ ഇടപെട്ട് അകൽച്ചയുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് പരിഹരിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.